എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ചാൽ നമ്മുടെ സെൽറ്റോസ് HTK ഓപ്ഷൻ അല്ലെ, HTK ഓപ്ഷനിൽ ചെയ്തിരിക്കുന്ന ഡീക്രോമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വണ്ടി എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ സെൽറ്റോസ് ഡീക്രോം ചെയ്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടിയിലെ ഫ്രണ്ടിലെ നമ്മൾ സ്കിഡ് പ്ലേറ്റ് നമ്മൾ സെൽറ്റോസിൽ ഡീക്രോം ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കാണാൻ വേറെ മൂടാണ്. അപ്പോൾ വേണ്ട, നമ്മുടെ ഈ സ്കിഡ് പ്ലേറ്റ് ആണ് ഡീക്രോം ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രില്ലിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രില്ല് നമ്മൾ ഡീക്രോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കാണ് വണ്ടിക്ക്. അതുപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിന്റെ ഈ അടിഭാഗത്ത് ഉണ്ടല്ലോ, ഇത് സിൽവർ പോർഷനാണ്. അത് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. ബ്ലാക്ക് വണ്ടി എപ്പോഴും ഒരു ലുക്കാണ്. അതുപോലെ നമ്മുടെ ഈ വണ്ടിയിൽ കാലിപ്പർ പെയിന്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ കാലിപ്പർ പെയിന്റിങ്ങിനെ കുറിച്ചിട്ട് വേറെ വീഡിയോ പറയും. നമ്മൾ ഈ വാഹനത്തിൽ കാലിപ്പർ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലിപ്പർ ചെയ്തിരിക്കുന്നത് നമ്മൾ റെഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ സെൽറ്റോസിൽ റെഡ് കാലിപ്പർ പെയിന്റ് അടിച്ചാൽ നല്ല ലുക്ക് ഉണ്ടാവും. ഇത് തിരിയുമ്പോൾ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും, നല്ല ഭംഗി ഉണ്ടാവും, കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ കാലിപ്പർ പെയിന്റിങ്. പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എംബ്ലം, പലരും ഇതിൻ്റെ എംബ്ലം ഡീക്രോം ചെയ്യാറില്ല. പക്ഷേ എംബ്ലം ഡീക്രോം ചെയ്താൽ വേറെ ഭംഗിയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എംബ്ലം അത് ഫിക്സായിട്ട് നിൽക്കാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് അത് ഫിക്സായി നിൽക്കാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എപ്പോൾ വേണമെങ്കിൽ പറഞ്ഞു പോരാം. അതായത് നമ്മൾ കറക്റ്റ് മാനുഫാക്ചർ അവിടെ നിന്ന് വരുന്ന ആ സ്റ്റിച്ചിങ്, ആ ഗ്ലൂ എപ്പോഴും കിട്ടില്ല. നമ്മളൊരു വാഹനത്തിൽ ഡീക്രോം ചെയ്യുമ്പോൾ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സ്കിഡ്, അതുപോലെ നമ്മുടെ ഗ്രില്ല്, ഈ റിയർ സ്കിഡ്, പിന്നെ റൂഫ് റെയിൽ, അങ്ങനെ 4 ഭാഗങ്ങളാണ് നമ്മൾ ഡീക്രോം ചെയ്യുക. ആ ഫ്രണ്ടിലെ സെൽറ്റോസിനെ ഡീക്രോം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഹെഡ്ലൈറ്റിൻ്റെ ആ പോർഷനും കൂടി ഹെഡ്ലൈറ്റിന് താഴെ വരുന്നുണ്ട്. നമ്മൾ ഈ വാഹനത്തിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ സെൽറ്റോസിന് എഴുതിയ എംബ്ലം ഇതിൽ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. വണ്ടി നമുക്ക് റൗണ്ട് അടിച്ചൊന്ന് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു ലുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ ആക്സസറീസ് എന്ന് പറയാൻ ചെയ്തിട്ടുള്ളത് ആകെ മാറ്റ് ചെയ്തിട്ടുണ്ട്, നമ്പർ പ്ലേറ്റ് ഫ്രെയിം വെച്ചിട്ടുണ്ട്, അതുപോലെ കൂടാതെ നെക്ക് റെസ്റ്റ് വെച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വണ്ടിയിൽ ഡീക്രോം ചെയ്തതും കാലിപ്പർ പെയിന്റ് അടിച്ചൊക്കെയാണ് നല്ല ലുക്കായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് റൗണ്ട് അടിച്ച് കാണാം, അതല്ലേ കുറച്ചും കൂടി ഭംഗിയായിട്ട് വരിക. എന്താ ഇതിൽ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാഡിങ്ങുകൾ, ഈ ക്ലാഡിങ് ഒക്കെ ഉണ്ടല്ലോ, ഈ ക്ലാഡിങ് ഒക്കെ ഡീക്രോം ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഗ്ലോസി ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നു, വണ്ടി കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നു. കസ്റ്റമർക്ക് അത് വേണ്ടാന്ന് പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ് നമ്മളത് മാത്രം വിട്ട് കളഞ്ഞത്. അതും കൂടി ചെയ്യുകയാണെങ്കിൽ വണ്ടി കുറച്ചും കൂടി ലുക്കാവും, നല്ല കാണാനൊരു വൈബ് വരുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത സെൽറ്റോസ് HTK ഓപ്ഷൻ, നമ്മൾ ഡീക്രോം ചെയ്ത വണ്ടി.